ഹായ് ഗൈസ്, മാർക്കറ്റ് മേച്ചോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ജാൻ ലാസ്റ്റിന് ശേഷം കുറച്ച് കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കാര്യങ്ങൾ ഞാൻ സോർട്ട് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഞാൻ ഇനി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലെല്ലാം അറ്റ്ലീസ്റ്റ് എല്ലാ വീക്കിലും ഒരു 3 or 4 വീഡിയോസെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. So please support me with this initiative. So as always നമുക്ക് ഇൻഡെക്സ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് അല്ല, നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഇൻഡെക്സ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് ആണ്. ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് എടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ട് നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ക്ലോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ലോ, അതായത് 9th April 2025 ശേഷം ഈ ലോയും ഈ ഒരു ഹൈയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് 18% റാലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 18 അല്ല 11% റാലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ. ഈ ഒരു റാലി എക്സ്ട്രീംലി ഗുഡ് റാലിയാണ്. അപ്പോൾ ഈ ഒരു റാലിക്ക് ശേഷം ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമല്ല, പിന്നെ ഈ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കണോ അതോ വേണ്ടയോ, അതോ എന്തായിരിക്കണം നമ്മുടെ അപ്രോച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ഒരു ഡിസംബർ 1st വീക്ക് ഓർ 2nd വീക്ക്, അതായത് ഈ ഒരു ഡേ December 12th of 2024, അതിനുശേഷം നമ്മളൊരു ബെയർ മാർക്കറ്റൊക്കെ ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ ഒരുപാട് ട്രേഡ്സ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മൂവൊക്കെ കണ്ടിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു ട്രേഡും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്തായിരുന്നു, മാർക്കറ്റ് വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സസ്റ്റൈൻഡ് മൂവ്സും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ കിട്ടിക്കാണില്ല. പിന്നെയും ഒരു സസ്റ്റൈൻഡ് മൂവ് കിട്ടിയത് ഇവിടെയാണ്. 18th March മുതൽ ഈ ഒരു 24th March വരെ നല്ലൊരു മൂവ് കിട്ടി. അതിനകത്ത് ഈ ഒരു ഗ്യാപ്പിൽ ട്രേഡ് ചെയ്തവർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ബാക്കി മൊത്തം ചോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വരുന്ന മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതോ നമ്മൾ ബുൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബെയർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബുൾ മാർക്കറ്റിലേക്ക് ട്രാൻസിഷൻ ആയോ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പരിശോധിക്കുന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് ദി ഇൻഡെക്സ് ഇപ്പോൾ തന്നെ തീർത്തേക്കാം. ഇപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് ദി ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. സോ ദാറ്റ് ഇസ് അപ് ടു യു. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലാസ്റ്റ് 4-5-6 ഡേയ്സിലെ ഒരു മൂവ്മെൻറ്റ് ഓഫ് ദ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നല്ല എക്സ്ട്രീംലി പോസിറ്റീവ് ആയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഒരു പിവറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈ ഉണ്ടായിരുന്നു. ആ ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ന് ക്ലോസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഹയർ ലോസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ ഈ ഒരു ലോയും മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബേസിക്കലി ആസ് കമ്പയർഡ് ടു ദിസ് ലോ, ഇതൊരു ലോ ആണല്ലോ, ഈ ലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഹയർ ലോ ആണ്. അതായത് ഈ ലോനേക്കാളും മുകളിലാണ് ഈ ലോ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഹയർ ലോക്ക് ഫോർമേഷനിലേക്ക് പോയി. അതായത് ഈ ലോവിനേക്കാളും ഹൈ ആണ് ഈ ലോ. അതുപോലെ തന്നെ ഈ ഒരു ഹൈനേക്കാളും ലോവലാണ് ഈ ലോ, അതായത് ഹയർ ഹൈ. അതായത് ഈ ഒരു ഹൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഹയർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ലോ ഹയർ ആണ്. അതാണ് ഹയർ ഹൈ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഹയർ ഹൈ, പുതിയ ഹൈ പഴയ ഹൈനേക്കാളും മുകളിലാണ്. അതുപോലെ പുതിയ ലോ പഴയ ലോനേക്കാളും മുകളിലാണ്. അപ്പോൾ ഇതാണ് ഹയർ ലോ ഓർ ഇന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ ഹയർ ലോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബുള്ളിഷാണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി കാണിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി മാർക്കറ്റ് താഴത്തേക്ക് വന്നെങ്കിലും ഈ ഒരു ലോ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റിൽ വി ആർ ഇൻ ഹയർ ലോ സിനാരിയോ. എസ്പെഷ്യലി നമ്മളിവിടെ വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു സിനാരിയോ വീണ്ടും കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോക്സ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കാണാം. ഒരുപാട് സ്റ്റോക്സ് ലൈക്ക് 5-10% മൂവിനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യൂഫോറിക് ആവാനും പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം ഇത്രയും മൂവ്മെൻറ്റ് സ്റ്റോക്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പൊസിഷൻ എടുത്തുകൂടാ, ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്തുകൂടെ എനിക്ക് സമയത്ത് നിന്ന് തോന്നാം. കാരണം നല്ല മൂവ്സ് സ്റ്റോക്സ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. കാരണം ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് 10% മൂവാണ് വന്നത്. ഇതിനുശേഷം
മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓൾറെഡി ഒരു നല്ല രീതിയിൽ ബൈയിങ് വന്നിട്ട്, അപ്പോൾ ഈ ബൈയിങ് വന്നതിന് ശേഷം ഈ ബയ്യേഴ്സിനൊക്കെ സെല്ല് ചെയ്യണ്ടേ, സെല്ല് ചെയ്ത് എല്ലാവർക്കും പ്രോഫിറ്റ്സ് റിയലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് എപ്പോഴും ഹയർ ഹൈ ഹയർ ലോസ് അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോസ് എന്ന ഫോർമേഷനിൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ റൈറ്റ് നൗ ഇതൊരു ഹയർ ഹൈ ചെയ്തു, വീണ്ടും ഇതിന് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ വന്ന് ഇങ്ങനെ പോകണം, ഇതായിരിക്കും ഹയർ ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രോബിലിറ്റിയിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾ എടുത്ത ട്രേഡുകൾ മിക്കവാറും എന്താവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റിലെ റിയാക്ഷനും കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പം നല്ലൊരു മൂവ് തന്നു ഇവിടെ മാർക്കറ്റ്, അതായത് 11th of April 2025, അപ്പോൾ ഒരു 10 പീരീഡ് മൂവിങ് ആവറേജ് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങളൊരു അഗ്രസീവായി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടായേക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം കൂടുതൽ സ്റ്റോക്സ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് എടുത്തിരുന്ന രീതിയിലുള്ള പൊസിഷൻസ്, അതായത് ഈ സമയത്ത് നിങ്ങളൊരു 25 to 30% ഓഫ് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ സ്റ്റോക്കിൽ എടുത്തതിനെ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എടുക്കുമ്പോൾ അത് 5 to 10% കുറയ്ക്കണം എന്നാണ് എൻ്റെ സ്റ്റഡീസ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് എത്ര പെർസെൻറ്റേജ് പോകുന്നു, 10% to 11% പോകുന്നു. ഇപ്പോൾ സെയിം തിങ് ആണ് ഇവിടെയും കണ്ടത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഹൈയിലേക്ക് എത്ര പെർസെൻറ്റേജ് പോകുന്നു, 10 to 11% മൂവ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നേരെ മാർക്കറ്റ് ഇതുപോലെ വീഴുന്നല്ല, പക്ഷേ മേ ബി മാർക്കറ്റ് ഒന്നും കൂടെ മേ ബി മുകളിൽ പോയിട്ട് ഒന്ന് കൺസോൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഒരു ചോപ്പി ഫേസ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അകപ്പെട്ട് പോകരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആസ് എ പ്രൊഫഷണൽ കൺസ്യൂമർ നമ്മൾ ചിന്തിച്ച് പൊസിഷൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സിൻ്റെ അനാലിസിസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ സംസാരിക്കാമെന്നാണ്, പക്ഷേ അത് വേറെ വീഡിയോയിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് നോക്കി അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കറണ്ട് സിനാരിയോ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് ഉള്ള ദിവസങ്ങളിൽ ട്രേഡിങ്സ് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്, ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിഫ്റ്റീൻ്റെ അനാലിസിസ് കൂടെ ചെയ്ത് നോക്കാം. നിഫ്റ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിഫ്റ്റിയും സെയിം സിനാരിയോ ആണ്, എക്സ്ട്രീംലി ബുള്ളിഷ് സിനാരിയോ ആണ് നിഫ്റ്റിയിലും. നല്ല വിൻഡോ സപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്. നിഫ്റ്റി ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 10% മൂവ് നിഫ്റ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് വി ഷേപ്പ് മൂവ് ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വി ഷേപ്പ് മൂവ് ആണ്. അതായത് മാർക്കറ്റ് താഴെ വന്നു, നേരെ പോകുന്നത്. ഇങ്ങനത്തെ വി ഷേപ്പ് മൂവ്സ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യില്ല. അതിന് പകരം മേ ബി ചെറിയ രീതിയിൽ നിഫ്റ്റി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലേ ഫോർ ട്രേഡേഴ്സ് ആസ് വെൽ. ഫോർ എക്സാമ്പിൾ ഒരു നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ചെയ്യുന്നത് പേഴ്സണലി നിഫ്റ്റി ട്രേഡ് ചെയ്യാറില്ല, പക്ഷേ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇവിടെ നിന്ന് കുറച്ച് എടുക്കുന്നത് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ മണ്ടത്തരമാണെന്നാണ്. കാരണം ഇവിടുന്ന് പ്രോബബിലിറ്റി കൂടുതൽ നിഫ്റ്റി കറക്റ്റ് ചെയ്യാനാണ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൺ ഫോൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ചെറിയ രീതിയിൽ ചോപ്പിയായിട്ട് പിന്നെയും മുകളിലേക്ക് പോകാം അറിയില്ല. അപ്പോൾ നിഫ്റ്റിൻ്റെ അനാലിസിസ് അതാണ്. നമുക്ക് ഈ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. ബ്രെഡ്ത്ത് അനാലിസിസ് വളരെയധികം എന്താ പറയുക, എക്സ്ട്രീംലി വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 EMA ഉണ്ട്, പെർസെൻറ്റേജ് സ്റ്റോക്സ് അബൌട്ട് 50 EMA ഉണ്ട്, പെർസെൻറ്റേജ് സ്റ്റോക്സ് അബൌട്ട് 200 EMA ഉണ്ട്, നിഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ ലോ വിത്തിൻ റേഞ്ച് ഓഫ് 10% ഉണ്ട്. പിന്നെ മാർക്കറ്റ് പറ്റിയുള്ള ബേസിക് ഡേറ്റ കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോക്സ് അബൌട്ട് 20 EMA. സ്റ്റോക്സ് അബൌട്ട് 20 EMA നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 87% ആണ്. അതായത് സ്റ്റോക്സ് അബൌട്ട് 20 EMA എന്ന് പറഞ്ഞാൽ 20 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലുള്ള എത്രമാത്രം സ്റ്റോക്സ് NSEയിൽ ലിസ്റ്റഡ് എത്രമാത്രം സ്റ്റോക്സ് ഉണ്ടെന്നാണ്. അതായത് 87% സ്റ്റോക്സ് അതിൻ്റെ 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്. അതിൻ്റെ അർത്ഥം എന്താ, മാർക്കറ്റ് എക്സ്ട്രീംലി ഓവർ ബോട്ടാണ്. അതായത് മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഒരുപാട് സ്റ്റോക്സ് 87% വളരെ വലിയ നമ്പറാണ്. അതിൻ്റെ മുകളിൽ 80% മുകളിൽ തന്നെ പോയാൽ തന്നെ ഞാൻ ഓവർബോട്ടായിട്ട് കണക്ക് കൂട്ടുന്ന ആളാണ്. ഇപ്പോൾ 87% എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ഓവർബോട്ട് കണ്ടീഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇത് കമ്പൈൻഡ് ഓർ കപ്പിൾഡ് വിത്ത് നമ്മൾ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് എക്സ്ട്രീംലി ഓവർബോട്ട് സിനാരിയോ പോലെ നമുക്ക് തോന്നുന്നു. കാരണം സ്ട്രേറ്റ് വി ഷേപ്പ് മൂവ് ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്സ് അബൌട്ട് 20 MA എക്സ്ട്രീംലി വി ഷേപ്പ് മൂവ് ആണ് തന്നിരിക്കുന്നത്. അവൻ്റെ അടുത്തും ചെറിയൊരു കറക്ഷൻ മേ ബി മാർക്കറ്റ് വരാം അല്ലേ. ആ രീതിയിലാണ് നമ്മൾ ഒരു സ്വിംഗ് ട്രേഡർ എന്ന രീതിയിൽ നമ്മൾ അനാലിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർ പറയും ഇങ്ങനെ ഇതൊന്നും നോക്കണ്ട, നമുക്ക് സ്റ്റോക്സിൻ്റെ ആക്ഷൻ മാത്രം നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് അത് ആ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ ആക്ഷൻസ് ഒരു എത്ര ബ്രേക്ക്ഔട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നവർ എക്സ്ട്രീംലി എന്താ പറയുക സീസൺ ട്രേഡർ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്ന വരും. പക്ഷേ ആസ് എ ബിഗിനർ ദിസ് ഹെൽപ്സ് യു അലോട്ട്. കാരണം ദിസ് ഹാസ് ഹെൽപ്പ് മീ. ഒരുപാട് ഇങ്ങനെ ചോപ്പി ഫേസും അതുപോലെ തന്നെ എക്സ്ട്രീംലി ഓവർ ബോട്ടായ ഫേസിൽ ട്രേഡ് എടുക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ഇത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 20 MA റൈറ്റ്. പക്ഷെ അത് ഇവിടെ ആയിരുന്നപ്പോഴും ബിലോ 20 പോയിട്ട് ബൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി ട്രേഡ് എടുക്കാമായിരുന്നു. ഏതെങ്കിലും നല്ല നല്ല സെറ്റപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ ഒരുപാട് സെറ്റപ്സ് ഈ സമയത്ത് കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ വളരെ ഓവർ സോൾഡ് ആയിട്ട് അവിടെ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റോക്സ് എല്ലാം കൂടുതൽ സ്റ്റോക്സ് അതിൻ്റെ 52 വീക്സ് ലോഡ് അടുത്തായിരുന്നു. അവിടുന്ന് ഒരുപാട് സപ്ലൈ ലെവൽസും കാര്യങ്ങളൊക്കെ കൗണ്ടർ ചെയ്ത് മുകളിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ ഞാൻ സംശയിച്ച് നിന്നിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി April 11th ട്രേഡ്സ് നല്ല സെറ്റപ്സിൽ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ ബൗൺസ് ഒക്കെ പ്ലേ ചെയ്യാനും അതിൻ്റെതായ ഒരു കഴിവ് നമുക്ക് വേണം ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ അതിൻ്റെ സ്കില്ല് നമുക്ക് വേണം. ഇങ്ങനത്തെ ഒരു ബൗൺസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റില്ല റൈറ്റ്. പിന്നെ നമുക്ക് പേഴ്സണൽ സ്റ്റോക്സ് അപ്പോൾ 50 MA ആണ് നോക്കുന്നത്. അതും ഒരു വിധം നല്ല രീതിയിൽ എബവ് 50 പോയിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ്. അതായത് ഒരു ഒരു ബെയറിസ്റ്റ് ബുള്ളിഷ് മാർക്കറ്റിലേക്ക് ഉള്ള ഒരു എന്താണ് ഒരു ട്രാൻസിഷനായിട്ട് നമുക്ക് ഇതിനെ കാണാം. കാരണം ഇവിടെ നോക്കി December 11th ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ നിഫ്റ്റി 100 നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സിൽ നമ്മൾ നോക്കിയിരുന്നത് December 11, 12 ആയിരുന്നു അതിൻ്റെ ടോപ്പ്. ഇവിടെ ഈ ഒരു ബ്രെഡ്ത്തിൻ്റെയും ടോപ്പ് ആ സമയത്താണ്. അവിടെ നിന്ന് പിന്നെ 50 ലെവൽ ഇതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 50 ആണോ, ഈ 50 ലെവലിന് മുകളിൽ പേഴ്സണൽ സ്റ്റോക്സ് അപ്പോൾ 50 MA ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് പോകുന്നത് ഡിസംബറിന് ശേഷം. അതൊരു എക്സ്ട്രീംലി പോസിറ്റീവായ സൈനാണ്. അപ്പോൾ എന്താണ് ഐഡിയലി എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ 50ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെറിയൊരു ഫുൾ ബാക്കിന് ശേഷം നമുക്ക് നല്ലൊരു മൂവ് അറ്റ്ലീസ്റ്റ് 1 or 2 months മേ ബി കിട്ടാം റൈറ്റ്. അതിനുശേഷം എന്താ നമുക്കറിയില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡെക്സ് അനാലിസിസ് ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബ്രെഡ്ത്ത് അനാലിസിസ് നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു സിനാരിയോ എന്താണെന്ന് നമുക്ക് കൂടുതൽ വിലയിരുത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ സ്റ്റോക്സ് അപ്പോൾ 200 MA അത് 25 എന്ന് പറയുന്ന ഒരു ഓവർ സോൾഡ് ഏരിയ ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ ഇത്രയും കാലം ട്രേഡർ ഉണ്ടായിരുന്നത് ഇപ്പോൾ എക്സ്ട്രീംലി ഫാസ്റ്റായിട്ട് മുകളിലേക്ക് 25 മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു പോസിറ്റീവ് സിനാരിയോ ആണ് അല്ലേ. അപ്പോൾ ഈ കിട്ടിയ ഐഡിയാസ് അല്ലെങ്കിൽ ഈ കിട്ടിയ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഡേറ്റ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ ഒരു ട്രേഡിംഗ് ഡിസിഷൻ നാളത്തേക്ക് എടുക്കും എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ട് മൂവ് വന്നു. അതൊരു വി ഷേപ്പ് മൂവാണ് നമുക്ക് മനസ്സിലായി. വി ഷേപ്പ് മൂവ് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവാണെന്ന് എനിക്കറിയാം റൈറ്റ്. പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു. പേഴ്സണൽ സ്റ്റോക്സ് അപ്പോൾ 20 MA നോക്കി. പേഴ്സണൽ സ്റ്റോക്സ് അപ്പോൾ 20 MA 87% ആണ്. വീണ്ടും ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് മൂവ് ടു ദ അപ്സൈഡ്. അതും ഓവർബോട്ട് സോണിലേക്ക് പോയിട്ടുണ്ട്. അതും ഒരു മോശമായ ഒരു സിനാരിയോ ആണ്. മോശമെന്നല്ല, ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു ചെറിയ കറക്ഷൻ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി റൈറ്റ്. 50 MA നോക്കുമ്പോൾ എബോവ് 50 ആണ്. December 12 ശേഷമാണ് ആദ്യമായിട്ട് എബോവ് 50ലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അല്ല, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാം ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന് അല്ലേ മാർക്കറ്റിൽ. അപ്പോൾ അഥവാ ഇവിടെ നിന്നൊരു കറക്ഷൻ വന്നാലും മേ ബി സ്ലോലി ഇങ്ങനെ ഒന്ന് കൺസോളിഡേറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്ന പ്രോബിലിറ്റി കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ സെയിം തിങ് ഹിയർ എബോവ് 25 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റോക്സ് അപ്പോൾ 20 MA. അതും ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്നുള്ള പ്രോബിലിറ്റിയാണ്. അപ്പം നാളത്തെ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്കുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ബി ഡിഫെൻസീവ്. നല്ല എക്സ്ട്രീംലി ഗുഡ് സെറ്റപ്സ് കണ്ടാൽ വേണമെങ്കിൽ ചെറിയ സൈസിൽ ട്രേഡ് ചെയ്യാം. മേ ബി 5 to 10% ഓഫ് പോർട്ട്ഫോളിയോ മാക്സ്.
അതിൽ കൂടുതൽ ചെയ്യരുത്. അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു മൂവ് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് ചെറിയൊരു കറക്ഷന് ശേഷം ഇതേപോലെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ, അഥവാ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കുക, ഇതൊക്കെ ഒന്നും സംഭവിക്കാൻ നേരെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാം. അപ്പം ബേസിക്കലി എന്താണ് എൻ്റെ എന്താ എക്സ്പെക്റ്റേഷൻ തെറ്റി. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ അനാലിസിസ് മോശമായിരുന്നോ അല്ല, എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റി. നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ അനാലിസിസ് ചെയ്ത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ദ ടീ മാർക്കറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മില്യണേഴ്സ് ആൻഡ് ബില്യണേഴ്സ് തന്നെ അല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇന്നും നമ്മൾ 2 ട്രെൻഡ് ലൈൻ വരച്ചു, ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ട് വന്നു, അല്ലെങ്കിൽ ഇതാ ഒരു ചാനൽ ലൈൻ വരച്ചു, ചാനൽ ലൈനിൻ്റെ ബ്രേക്കൗട്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കാര്യം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വെറും മിത്താണ്. ഒരിക്കലും ഈ ഒരു സമയത്ത് അതായത് ഡിസംബർ 11th ശേഷം ഡിസംബർ 11th മേ ബി മാർച്ച് 17th ഈ സമയത്ത് നിങ്ങൾ എത്ര വലിയ വരകൾ വരച്ചാലും, അതായത് നിങ്ങൾ എത്ര രീതിയിലുള്ള എങ്ങനെയൊക്കെയുള്ള ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ ചാനൽ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്സ് എന്തൊക്കെ വരച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ കൂടുതലും നിങ്ങളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനാണ്. I'm pretty sure most of the people would have taken a loss in this time. കാരണം മാർക്കറ്റ് വീക്കാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ടൂൾസൊക്കെ നോക്കി നമ്മൾ അനാലിസിസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് വീക്കാണെന്ന് മനസ്സിലാവുള്ളൂ. മാർക്കറ്റ് വീക്കാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, മാർക്കറ്റിൽ നിന്ന് മാറിയേക്കാൻ പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഹൈലി പ്രോബബിലിറ്റി ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഹൈലി പ്രോബബിലിറ്റി ഏരിയ ബിയർ മാർക്കറ്റിൽ കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ എക്സ്ട്രീംലി വലുതായി പോകും. അപ്പോൾ ബിയർ മാർക്കറ്റ് ഒബ്വിയസ്ലി ബൗൺസസ് കിട്ടും, നല്ല രീതിയിലുള്ള ടൈമിങ് ചെയ്യാൻ നമുക്ക് പറ്റും. നല്ല ബിയർ മാർക്കറ്റ് റാലീസ്, ഒബ്വിയസ്ലി ബിയർ മാർക്കറ്റ് റാലീസ് 4 to 5 days ഉണ്ടാവുള്ളൂ. ആ ഒരു ചെറിയ ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ നമുക്ക് മേ ബി 4 to 5 days മൂവ് ക്രാച്ച് ചെയ്ത് പുറത്തേക്ക് വരാം. അതൊരു സ്കില്ലാണ് ബേസിക്കലി. അത് അത്ര എളുപ്പമുള്ള സ്കില്ലാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള സ്കില്ലല്ല. ഒരു ബുൾ മാർക്കറ്റിൽ ഈസി ആയിട്ട് 5, 10, 20, 30 ഓർ മേ ബി മന്ത്സ് ഹോൾഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല ബിയർ മാർക്കറ്റ് ബൗൺസസ് നമുക്ക്, അല്ലെങ്കിൽ ഡെഡ് ക്യാറ്റ് ബൗൺസസ് എന്ന് പറയും, അത് നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ളത്. പക്ഷേ ഒബ്വിയസ്ലി ബൈ ടൈം ആൻഡ് ബൈ പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു അനാലിസിസ്. ബേസിക്കലി മാർക്കറ്റ് ഈസ് ഓവർബോട്ട് ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ എ സൈഡ് വേസ് ആക്ഷൻ. ഓവർബോട്ട് ആയതിനു ശേഷം ചെറിയ സൈഡ് വേസ് ആക്ഷൻ ഒരു മേ ബി 4, 5, 6, 10 ദിവസത്തേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ട്രേഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സൈഡ് ലൈൻസ് വെക്കും. നല്ലൊരു പ്രോബബിൾ അല്ലെങ്കിൽ എനിക്ക് ഹൈലി പ്രോബബിൾ ആയിട്ടൊരു സിനാരിയോ വരുന്നത് ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതും. ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇൻഡെപ്തായിട്ട് ഞാൻ മാർക്കറ്റ് ബെർത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ so that it reaches to most of the people who are interested, as well as I will get some better viewers who are much more interested in these kind of topics. Okay.